പല സഹോദരീ സഹോദരന്മാരും പറയാറുണ്ട്, ഉസ്താദെ ആരും എന്നെ ബഹുമാനിക്കുന്നില്ല, ആരും എന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പറയുന്നത് ജനങ്ങൾ കുടുംബക്കാർ നമ്മളെ ബഹുമാനിക്കാൻ, ജനങ്ങൾ കുടുംബക്കാർ നമ്മളെ വിലമതിക്കാൻ നാം ശ്രദ്ധിക്കേണ്ട 12 കാര്യങ്ങളെ കുറിച്ചാണ്. ഈ 12 കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരാളും നമ്മളെ തള്ളി പറയൂല, ഒരാളും നമ്മളെ ഒറ്റപ്പെടുത്തൂല, ഒരാളും നമ്മളെ അനാദരിക്കുകയില്ല എന്നുള്ളതാണ്. ഏതൊക്കെയാണ് ആ 12 കാര്യങ്ങളെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാണ്. ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും വീണ്ടും നമ്മളെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു നമ്മളെ ക്ലാസ് പരിപൂർണമായി സ്വീകരിക്കട്ടെ. പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്രമമായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമ്മളെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു അകറ്റിത്തരട്ടെ. നമ്മളെ മുറാദുകൾ, നമ്മളെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹു നിറവേറ്റി തരട്ടെ. ധാരാളം ആളുകൾ പല ദിക്കുകളിൽ നിന്നായി, രാജ്യങ്ങളിൽ നിന്നായി, സ്ഥലങ്ങളിൽ നിന്നായി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹുവേ, എല്ലാവരുടെ പ്രയാസങ്ങളും നീ അകറ്റണേ, എല്ലാവർക്കും സമാധാനം നൽകണേ, സന്തോഷമുള്ള ജീവിതം നൽകണേ അല്ലാഹ്, സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്, കടങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ, എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് അപ്ലോഡ് ചെയ്യും. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക, പുണ്യം നേടുക, ബറക്കത്ത് കരസ്ഥമാക്കുക. ഒരുപാട് ആളുകൾ ആ മജ്ലിസ് കൊണ്ട് സന്തോഷിക്കുന്നു, ഒരുപാട് ആളുകളുടെ ടെൻഷൻ മാറുന്നു, ഒരുപാട് ആളുകളുടെ ആഗ്രഹങ്ങൾ നിറവേറുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങളും അതിൽ പങ്കെടുത്താൽ നിങ്ങളെ ആഗ്രഹങ്ങൾ അല്ലാഹു നിറവേറ്റി തരും. ഇനി 6 മണിക്ക് കൃത്യം നിങ്ങൾക്ക് പങ്കെടുക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിലെ തിരക്കുകളൊക്കെ ഒഴിഞ്ഞ്, വീട് വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞ്, നിങ്ങളെ അലക്കലും കുളിയൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയത്ത് ആ മജ്ലിസിലൊന്ന് ഒരു 10 ദിവസം ഒന്ന് പങ്കെടുത്തു നോക്ക്. നല്ല റാഹത്ത് ഉണ്ടാവും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഒരുപാട് സഹോദരി സഹോദരന്മാര് പറയുന്ന വലിയ ഒരു വിഷമമാണ്, ഉസ്താദെ കുടുംബക്കാര് സ്നേഹിക്കുന്നില്ല, കുടുംബക്കാര് ബഹുമാനിക്കുന്നില്ല, എപ്പോഴും ഞങ്ങളെ നിന്ദിക്കുകയാണ്, ഞങ്ങളെ ആദരിക്കുന്നില്ല, എല്ലാവരും ഞങ്ങളെ ചവിട്ടി താഴ്ത്തുകയാണ് ഉസ്താദെ എന്ന് പല ആളുകളും പറയാറുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ജനങ്ങൾ നമ്മളെ ബഹുമാനിക്കാൻ, കുടുംബക്കാര് നമ്മളെ നിന്ദിക്കാതിരിക്കാൻ, നമ്മളെ സ്നേഹിക്കാനും ആദരിക്കാനും നാം ചെയ്യേണ്ട 12 കാര്യങ്ങളെ കുറിച്ചാണ്. ഈ 12 കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾ നമ്മളെ വിലമതിക്കും. വിലമതിക്കാനാവാത്ത മനുഷ്യനായി ജനങ്ങൾ നമ്മളെ കണക്കാക്കുകയാണ്. നമ്മളെ കുടുംബക്കാരെ നമ്മളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യും. ഒരാൾക്ക് നമ്മളെ ചവിട്ടിത്താഴ്ത്താൻ കഴിയുകയില്ല എന്നുള്ളതാണ്. ഏതൊക്കെയാണ് ആ 12 കാര്യങ്ങളെന്ന് നമ്മൾക്കൊന്ന് പരിശോധിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നാം ശ്രദ്ധിക്കേണ്ട, ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം അനാവശ്യമായി സംസാരിക്കരുത് എന്നുള്ളതാണ്. ആവശ്യത്തിന് വേണ്ടി മാത്രം സംസാരിക്കുക. അനാവശ്യമായി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബഹുമാനം നഷ്ടപ്പെടും, എല്ലാവരും നമ്മളെ നിന്യന്മാരായി കണക്കാക്കും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് വളരെ ഏറെ ശ്രദ്ധേയമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫല്യഖുൽ ഖൈറ, നല്ല കാര്യങ്ങൾ നിന്റെ നാവ് കൊണ്ട് സംസാരിക്കുക, ഔ ലിയസ്മുത്, അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ. നമ്മൾ അനാവശ്യമായി വെറുതെ സംസാരിച്ചാൽ ജനങ്ങളുടെ ഇടയിൽ ഒരു സ്ഥാനം നമ്മൾക്ക് ഉണ്ടാവൂല. ആവശ്യങ്ങൾ മാത്രം സംസാരിക്കുക, ആവശ്യത്തിന് വേണ്ടി മാത്രം സംസാരിക്കുക. അത് കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. വെറുതെ അനാവശ്യമായി സംസാരിക്കുന്നവരെ ആർക്കും ഇഷ്ടം ഉണ്ടാവൂല. നമ്മൾ വിചാരം നമ്മൾ കൂടുതലായി സംസാരിച്ച എല്ലാവരും നമ്മളെ സ്നേഹിക്കും, എല്ലാവരും നമ്മളെ ബഹുമാനിക്കുന്നതാണ്. അത് തെറ്റാണ്. നമ്മളെ ഒരു വിഡ്ഢിയായി അവർ കണക്കാക്കുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് ആവശ്യത്തിന് വേണ്ടി മാത്രം സംസാരിക്കുക. ഖില്ലത്തുൽ കലാമി കമാലുൽ അഖ്ലി, പരിപൂർണ ബുദ്ധിയുടെ അടയാളമാണ് കുറച്ച് മാത്രം സംസാരിക്കുക, ആവശ്യത്തിന് വേണ്ടി മാത്രം സംസാരിക്കുക എന്നുള്ളത്. അപ്പൊ അനാവശ്യമായി നമ്മൾ സംസാരിക്കരുത്. മാത്രമല്ല, അല്പം സംസാരിച്ചു കഴിഞ്ഞാൽ സലാമത്തും മിനൽ ആസാം, കുറ്റങ്ങളിൽ നമ്മൾക്ക് വിട്ടുനിൽക്കാൻ കഴിയും, തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയും. കൂടുതലായി സംസാരിച്ചാൽ തെറ്റുകൾ വന്നു പോകും, അനാവശ്യങ്ങൾ സംസാരിക്കേണ്ടി വരും.
ഫോർ എക്സാമ്പിൾ ഗീബത്ത്, നമ്മൾ എപ്പോഴും സംസാരിക്കണം, അനാവശ്യമായി സംസാരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഗീബത്ത് പറയേണ്ടി വരും, മറ്റുള്ളവരുടെ കുറ്റമൊക്കെ പറയാൻ തുടങ്ങും. അതുപോലെ തന്നെ അൽ കദിബ്, കളവ് പറയാൻ തുടങ്ങും. അതുപോലെ തന്നെ അൽ കദിബ്, മറ്റുള്ളവരുടെ വ്യഭിചാരാരോപണം നടത്തുക. ഒരു കുഴപ്പമുണ്ടാവില്ല, വെറുതെ അങ്ങനെ വ്യഭിചാരാരോപണം നടത്തുക. ഇതൊക്കെയാണ് കൂടുതൽ സംസാരിക്കുന്നവരുടെ അടയാളങ്ങൾ. ഈ തെറ്റുകളൊക്കെ നമ്മളിൽ നിന്ന് വന്നു പോകും. അതുകൊണ്ട് അനാവശ്യമായി ഒരിക്കലും സംസാരിക്കരുത്. രണ്ടാമത്തെ കാര്യം, ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുക. ഒരു കാര്യം നമ്മൾ ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് ആലോചിക്കുക. അത് വിവാഹമാണെങ്കിലും വീട് പണിയാണെങ്കിലും യാത്രയാണെങ്കിലും എന്ത് കാര്യം നമ്മൾ തീരുമാനിക്കുകയാണെങ്കിലും ആലോചിക്കുക. ആലോചിക്കാൻ, ചിന്തിക്കാൻ അള്ളാഹു നമ്മൾക്ക് ബുദ്ധി തന്നിട്ടുണ്ട്. അതിനാണ് ബുദ്ധി തന്നത്. എന്ത് കാര്യം നമ്മൾ തീരുമാനിക്കുമ്പോഴും നമ്മൾ ആലോചിച്ചു കൊണ്ടായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. ഞാൻ ഈ കാര്യം ചെയ്താൽ അതിന്റെ അവസാനം എന്തായിരിക്കും, അതിന്റെ അവസാനം എന്തായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കണം ഏത് കാര്യങ്ങളും നമ്മൾ തീരുമാനിക്കേണ്ടത്. അല്ലാതെ ആലോചിക്കാതെ ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊട്ടത്തരമായി മാറും. അപ്പൊ ജനങ്ങളുടെ ഇടയിൽ നമ്മൾ വഷളാകും, കുടുംബക്കാരുടെ ഇടയിൽ നമ്മൾ വഷളായി പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്താതിരിക്കാൻ തീരുമാനമെടുക്കുന്ന സമയത്ത് ആലോചിച്ചുകൊണ്ട് തീരുമാനിക്കുക. മൂന്നാമത്തെ കാര്യം, വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ്. വൃത്തിയുള്ള വസ്ത്രം ധരിക്കുന്ന ആളെല്ലാവരും ഒന്ന് നോക്കും, അല്ലെ? അവനെ എല്ലാവരും സ്നേഹിക്കും. അത് ഭാര്യയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഭർത്താവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ വൃത്തിയുള്ള വസ്ത്രം ധരിക്കണമെന്ന്, വൃത്തിയോടെ ഭർത്താവിന്റെ മുമ്പിലേക്ക് വരണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഭർത്താവ് നിന്നെ ഇഷ്ടപ്പെടൂല. അതങ്ങനെ തന്നെയാണ്. ഡ്രസ്സാണെങ്കിലും ശരീരമാണെങ്കിലും വൃത്തി വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് ഭർത്താവ് ഭാര്യയുടെ അടുക്കലേക്ക് വരികയാണെങ്കിലും നല്ല വൃത്തി ഉണ്ടാവണം. അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ ഇഷ്ടപ്പെടൂല, മുഷിഞ്ഞുകൊണ്ട് ദുർഗന്ധം കൊണ്ടാണ് ഭാര്യയുടെ അടുക്കലേക്ക് മണിയറയിലേക്ക് പോകുന്നതെങ്കിൽ ഇതെന്ത് പോത്താമ്പിയാണെന്ന് എന്ത് കരുതും? ഭാര്യ കരുതി പോകും. അതുകൊണ്ട് അത്തരം സ്വഭാവം നമ്മൾ ഉണ്ടാകാൻ പാടില്ല. വൃത്തി കീപ്പ് ചെയ്യുക. ഡ്രസ്സ്, ശരീരം, മനസ്സ് ഒക്കെ വൃത്തി ഉണ്ടാകണം. ശരീരത്തിൽ നിന്ന് നല്ല സുഗന്ധമാണ് വരേണ്ടത്. നല്ല അത്തറൊക്കെ ഉപയോഗിക്കുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മഹാനരായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മൻ നദഫ സൗബുഹു ഖല്ല ഹമ്മുഹു. ഒരാളുടെ ഡ്രസ്സ്, വസ്ത്രം ശുദ്ധിയായാൽ അവന്റെ ടെൻഷൻ കുറയുമെന്നുള്ളതാണ്. ടെൻഷൻ ഉണ്ടാവൂല നല്ല ഡ്രസ്സ് ധരിച്ചു കഴിഞ്ഞാൽ. ഒമൻ താബരീഹുഹു സാദ അഖ്ലുഹു. നല്ല ഡ്രസ്സ്, നല്ല സുഗന്ധം ഒരാളെ ശരീരത്തിൽ നിന്ന് വന്നാൽ സാദ അഖ്ലുഹു, അവന്റെ ബുദ്ധി വർദ്ധിക്കും. അപ്പൊ നല്ല ഡ്രസ്സ് ധരിക്കുക. എല്ലാവരും ഇഷ്ടപ്പെടും, ഭാര്യ ഇഷ്ടപ്പെടും, ഭർത്താവ് തിരിച്ചു ഇഷ്ടപ്പെടും, സമൂഹം ഇഷ്ടപ്പെടും, കുടുംബക്കാർ ഇഷ്ടപ്പെടും, അധ്യാപകരും ഇഷ്ടപ്പെടും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നാലാമത്തെ കാര്യം, മറ്റുള്ളവരെ കേൾക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ, ഞാൻ പറയുന്നത് മാത്രമാണ് ഇവിടെ, മറ്റുള്ള ഒരു കാര്യവും ഇവിടെ സ്വീകാര്യമല്ല എന്നുള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റൂല. അത് വീട്ടിലാണല്ലോ അങ്ങനെ തന്നെയാണ്. മക്കളെ കയറി അങ്ങനെ അടിക്കും ചില രക്ഷിതാക്കൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ. അങ്ങനെയല്ല, ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ മക്കളെ വിളിച്ച് ചോദിക്കണം എന്താണ് ഉണ്ടായത് എന്ന്. മക്കളെ കേൾക്കാൻ ഒരു മനസ്സ് കാണിക്കുക. അതുപോലെ തന്നെ ഭാര്യയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഭാര്യയെ കേൾക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. അതുപോലെ തന്നെ ഭർത്താവിനെ കേൾക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. നമ്മളൊരു സമൂഹത്തിലെ ഒരു ഭരണാധികാരിയാണെങ്കിൽ നമ്മൾ ഭരണം നടത്തുന്ന ആ സമൂഹത്തിനെ നമ്മൾ കേൾക്കണം. അത് കോടതിയിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? കോടതിയിൽ കുറ്റവാളികളെ കൊണ്ടുവന്നാൽ അവർക്ക് പറയാനുള്ളത് ജഡ്ജി കേൾക്കും. അതാണ് കോടതിയുടെ നിയമം. ആ ഒരു നിയമം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകണം. മറ്റുള്ളവർ പറയുന്നത് നമ്മൾ കേൾക്കുക. അത് കേൾക്കാതെ ഒരു കാര്യവും നമ്മൾ തീരുമാനമെടുക്കരുത്. അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ പാടില്ല. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ നമ്മൾ മറ്റുള്ളവരെ കേൾക്കാതെ ജീവിക്കുകയാണെങ്കിൽ ആരെ നമ്മൾ ഇഷ്ടപ്പെടുക? ആരെങ്കിലും എന്തെങ്കിലും നമ്മൾ അടുക്കിലേക്ക് വന്നു പോയി പറയോ? നമ്മളെ മക്കള് പറയോ? മക്കള് വെറുക്കും. ഭാര്യ ഒന്ന് പറയോ? കാരണം എന്താ? നമ്മൾ അവർ പറയുന്നത് കേൾക്കണില്ല, നമ്മൾ പറഞ്ഞത് മാത്രമേ ഇവിടെ ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു തീരുമാനം അങ്ങനെ ഒരിക്കലും എടുക്കാൻ പാടില്ല. അങ്ങനത്തെ ആളുകളെ ഒരാളും ഇഷ്ടപ്പെടുകയില്ല. അതിൽ ഒരു സംശയവും വേണ്ട. അഞ്ചാമത്തെ കാര്യം, പുഞ്ചിരിക്കുക. എല്ലാവരോടും പുഞ്ചിരിക്കുക. ചെറിയ കുട്ടികളോട് പുഞ്ചിരിക്കുക, വലിയവരോട് പുഞ്ചിരിക്കുക, കുടുംബക്കാരോട്, സമൂഹത്തിനോട്, അയൽവാസിയോട് പുഞ്ചിരിക്കുക എന്നുള്ളതാണ്. ഇത് ചില ആളുകളുണ്ട് പുഞ്ചിരിക്കൂല, ചിരിക്കാൻ തന്നെ അറിയില്ല. എപ്പോഴും ഇങ്ങനെ മുഖം ഇങ്ങനെ കനപ്പിച്ചിരിക്കും, എപ്പോഴും ഇങ്ങനെ കണ്ണിങ്ങനെ തുറപ്പിച്ച് മുഖം ഇങ്ങനെ വീർപ്പിച്ചിരിക്കുക, ആരോടും ചിരിക്കൂല. ഇതെന്ത് ജീവിയാണിത്? അങ്ങനെ മനുഷ്യന്മാർ കരുതാണ്. അങ്ങനെ ഒരിക്കലും ഉണ്ടാവരുത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ. നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കൽ അത് സുന്നത്താണോ, അത് സ്വതക്കയാണോ എന്ന് റസൂലുള്ള പഠിപ്പിച്ചു. അപ്പൊ പുഞ്ചിരിക്കുക അത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വിഷയമാണ്. വെറുതെ അങ്ങനെ ആർത്ത് അട്ടഹസിച്ച് ചിരിക്കല്ല, അത് തെറ്റാണ്.
അത് റസൂലുള്ള വെറുത്തതാണ്. ഈ പറഞ്ഞത് എന്താ? പുഞ്ചിരിക്കുക, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. 6ാമത്തെ കാര്യം, ആരോടും അനാവശ്യമായി തർക്കിക്കാൻ പാടില്ല. തർക്കിക്കുന്നവരെ ആർക്കും ഇഷ്ടമുണ്ടാവൂല. എന്തിനാണ് ഈ തർക്കം? ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരണപ്പെട്ടു പോകൂലേ? ചെറിയ ചെറിയ കാര്യത്തിന് വേണ്ടി വെറുതെ തർക്കിച്ച് അവസാനം അത് കൊലപാതകത്തിലേക്ക് എത്തും. ഭാര്യ ഭർത്താക്കന്മാർ കണ്ടിട്ടില്ലേ? ഫോൺ വിളിച്ച് പിന്നെ വെറുതെ ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കും. അവസാനം അത് ഡിവേഴ്സിലേക്ക് എത്തും, അവസാനം അത് തെറി വിളിക്കുന്നതിലേക്ക് എത്തും. അതുകൊണ്ട് അനാവശ്യമായി ഒരാളോടും തർക്കിക്കരുത്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഗ്നി. ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കലാണ് നല്ലത്. അവനാണ് യഥാർത്ഥ മുസ്ലിം എന്ന് മുത്തുനബി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ തർക്കിക്കൽ ഒഴിവാക്കുക. 7ാമത്തെ കാര്യം, ക്ഷമിക്കാൻ പഠിക്കുക. ക്ഷമ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളെ ജീവിതത്തിൽ ക്ഷമല്ലേ നമ്മൾ വിജയിക്കൂല, ദുനിയാവിലും വിജയിക്കൂല, ആഖിറത്തിലും വിജയിക്കൂല. അതുകൊണ്ടാണ് നബി പറഞ്ഞത് അസ്സബ്റു നിസ്ഫുൽ ഈമാൻ, ക്ഷമ ഈമാനിന്റെ പകുതിയാണ്. സമൂഹത്തിലാണെങ്കിലും കൂട്ടുകാരോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും മക്കളോടാണെങ്കിലും കുടുംബക്കാരോടാണെങ്കിലും അയൽവാസികളോടാണെങ്കിലും ക്ഷമിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ക്ഷമിക്കാൻ പറ്റുന്ന സ്ഥലത്ത് ക്ഷമിക്കുക. ക്ഷമ അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്വഭാവമാണ്. ക്ഷമിക്കാത്തവരെ, മുൻകോപമുള്ളവരെ ആരും ഇഷ്ടപ്പെടുകയില്ല, ആരും ബഹുമാനിക്കുകയില്ല. 8ാമത്തെ കാര്യം, കുറ്റം പറയൽ ഒഴിവാക്കുക. എപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയാ, അയൽവാസിയുടെ കുറ്റം പറയാ, എപ്പോഴും കുടുംബക്കാരെ കുറ്റം പറയാ. അത് കേൾക്കാനൊക്കെ ഇരിക്കും, പക്ഷെ അവർക്ക് നമ്മളോട് ഒരു വെറുപ്പുണ്ടാവും മനസ്സിൽ. ഇവൻ കുറ്റം പറയുന്ന ആളാണ്, ഇവൻ ഈബത്തും നമീമത്തും പറഞ്ഞുണ്ടാക്കുന്ന ആളാണെന്നുള്ളൊരു ചിന്ത ആളുകളുടെ മനസ്സിലുണ്ടാവും നമ്മളെ കുറിച്ച്. നമ്മളെപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു നടന്നാൽ എന്താണ് അതിന്റെ ആവശ്യം? എന്താണ്? നിങ്ങൾ ഒരാളെയും കുറ്റം പറയരുത്. നമുക്ക് തന്നെ എത്ര ന്യൂനതകളുണ്ട്, നമ്മളെ കാര്യം തന്നെ നമുക്ക് ശ്രദ്ധിക്കാണ്ട് പിന്നെന്തിനാ മറ്റുള്ളവരെ കുറ്റം നോക്കണം? ഇളയച്ചിലെ കുറ്റം പോയിട്ട് മറ്റുള്ളവരോട് പറയാ. അതുപോലെ തന്നെ അമ്മായിമാരുടെ കുറ്റം പോയി മറ്റുള്ളവരോട് പറയാ, മരുമക്കളെ കുറ്റം മറ്റുള്ളവരോട് പോയി പറയാ. അപ്പൊ അവര് നമ്മളെ കുറിച്ച് എന്താ മനസ്സിലാക്കുക? ഇയാളൊരു കുറ്റം പറയുന്ന ജീവിയാണെന്ന് കരുതിപ്പോവും. പിന്നെ അവരും നമ്മളെ ബഹുമാനിക്കൂല, വീട്ടിലുള്ള ആളുകളും ബഹുമാനിക്കൂല. അതുകൊണ്ട് കുറ്റം പറയരുത്, അത് തെറ്റാണ്, അത് ഹറാമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. 9ാമത്തെ കാര്യം, അമിതമായി ഇസ്റാഫ് ഒഴിവാക്കുക. ചില ആളുകളുണ്ട്, ക്യാഷ് ഉണ്ട് വെച്ചിട്ട് അതങ്ങോട്ട് ചെലവാക്കല. രാവിലെ ജോലിക്ക് പോയി വൈകുന്നേരം 1000 രൂപ കിട്ടി, അത് അന്ന് ചെലവാക്കും. സേവിങ്സ് ഉണ്ടാവൂല. ക്യാഷ് ഉള്ളവനിക്കേ ബഹുമാനം ഉണ്ടാവുള്ളൂ കുടുംബത്തില്. അത് ഞാൻ പറഞ്ഞതല്ല, അത് അങ്ങനെയാണ് ഇപ്പോ നമ്മളെ സമൂഹത്തിന്റെ അവസ്ഥ. മാത്രല്ല, നമ്മൾ സേവിങ്സിലെ കിട്ടുന്ന ക്യാഷ് മുഴുവനും അന്ന് ചെലവാക്കി കഴിഞ്ഞാൽ ഒരാവശ്യം വന്നാൽ, ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ, വരാതിരിക്കട്ടെ, രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈ നീട്ടേണ്ടി വരും. ഭാര്യയുടെ ഒരു പ്രസവ കേസ് വന്നാൽ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈ നീട്ടേണ്ടി വരും. ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് പോലും മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കടം വാങ്ങേണ്ടി വരും. അതുകൊണ്ട് സേവിങ്സ് എന്ന സ്വഭാവം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവണം. ക്യാഷ് സേവിങ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. അബൂബക്കർ തങ്ങളെ ഈമാനൊന്നും ഞമ്മക്കില്ല, ഉമർ റളിയല്ലാഹുവിന്റെ ഈമാനൊന്നും ഞമ്മക്കില്ല. ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ഉണ്ടാവൂല്ല. നമ്മൾ അത്രയും തരം താഴ്ന്നു പോയിട്ടുണ്ട്. അപ്പോൾ സേവിങ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. അമിതമായി നമ്മൾ ക്യാഷ് ചെലവഴിക്കരുത്. ഒരു ചെറിയ ആവശ്യം ഭാര്യയോട് പറയാ, അവിടെ പോയി കടം വാങ്ങിക്കോ, ബാങ്കിൽ പോയി ലോൺ എടുത്തോ. ആ ഭാര്യ എങ്ങനെ നമ്മളെ സ്നേഹിക്കുക? ആ കുടുംബക്കാരെ നമ്മൾ എങ്ങനെ സ്നേഹിക്കുക? മക്കൾ നമ്മൾ എങ്ങനെ സ്നേഹിക്കുക? ഒരു ചെറിയ ആവശ്യം പറയുമ്പോൾ എൻ്റെ അടുത്ത് ആയില്ല, എൻ്റെ അടുത്ത് പൈസ ഇല്ല എന്ന് പറയുമ്പോൾ അവർ നമ്മളെ സ്നേഹിക്കൂല, അവർ നമ്മളെ വെറുക്കും. സ്നേഹത്തിന്റെ കാരണം ക്യാഷ് ആണ് എന്നല്ല ഞാൻ പറഞ്ഞത്. സേവിങ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക എന്നുള്ളത് നമ്മളെ ഉത്തരവാദിത്തമാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. 10ാമത്തെ കാര്യം, ജനങ്ങളുടെ ഇടയിൽ വെച്ച് ഒരാളെയും ഉപദേശിക്കരുതേ പേര് വിളിച്ചുകൊണ്ട്. നമ്മളിപ്പോ ജനങ്ങളുടെ ഇടയിൽ ഇരിക്കുകയാണ്, അവിടെ ഇപ്പൊ മക്കളൊരു തെറ്റ് ചെയ്താല് മകനെ വിളിച്ചടിക്കുക, അതല്ലെങ്കിൽ മകന്റെ പേര് വിളിച്ചുകൊണ്ട് മകനെ ഉപദേശിക്കുക. ഒരിക്കലും ചെയ്യരുത്. അത് മകനോട് എന്നല്ല, നമ്മൾ എവിടെയാണെങ്കിലും ഒരു ജനമധ്യത്തിൽ വെച്ച് ഒരാളെയും പേരെടുത്ത് ഉപദേശിക്കരുത്. എല്ലാവരോടും ഒരുപോലെ ഉപദേശിക്കുക, അതിന് കുഴപ്പമില്ല. പക്ഷെ ഒരാളെ എടുത്തു പറഞ്ഞ് ഉപദേശിക്കുക, അവനെ അടിക്കുക, ഇതൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു അവനായി പോകും. ചില ആളുകളുണ്ട് മക്കളോടൊക്കെ അങ്ങനെ ഉപദേശിക്കും. കുടുംബക്കാരൊക്കെ ഒരുമിച്ച് കൂടുമ്പോഴാ മകനെ അവരുടെ ഇടയിലിട്ട് വഷളാക്കുക, അവന്റെ ന്യൂനതകൾ പറയാ, അവന്റെ പരീക്ഷയിലെ മാർക്ക് പറയാ, അവന്റെ ദുസ്വഭാവങ്ങൾ പറഞ്ഞിട്ട് അവനെ വഷളാക്കുക, കുടുംബക്കാരുടെ ഇടയിൽ ഇട്ടുകൊണ്ട്. ആര്? സ്വന്തം പിതാവ്
സ്വന്തം ഉമ്മ ആ മകൻ പിന്നെ എങ്ങനെയാണ് നിന്നെ സ്നേഹിക്കുക? മരണം വരെ സ്നേഹിക്കൂല. മരണം വരെ നിന്റെ ആജന്മ ശത്രുവായി നിന്റെ മകൻ മാറും. അതിന് ജനമധ്യത്തിലിട്ട് ഭാര്യയാണ് നമ്മൾ കുറ്റം പറഞ്ഞത്, അതല്ലെങ്കിൽ ഉപദേശിച്ചത്, അതല്ലെങ്കിൽ പരിഹസിച്ചത് എങ്കിൽ ഭാര്യ നമ്മളെ ശത്രുവാകും. ഭർത്താവാണെങ്കിൽ ഭർത്താവ് നമ്മളെ ശത്രുവാകും. കൂട്ടുകാരാണെങ്കിൽ കൂട്ടുകാരെ നമ്മളെ ശത്രുവാകും. കുടുംബക്കാരാണെങ്കിൽ കുടുംബക്കാരെ നമ്മളെ വെറുക്കും. അതുകൊണ്ട് ജനമധ്യത്തിൽ ഇട്ടുകൊണ്ട് ഒരാളെയും പരിഹസിക്കുകയും ഉപദേശിക്കുകയും ചെയ്യരുതേ എന്ന് അടിവരയിട്ടുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. 11ാമത്തെ കാര്യം, പെട്ടെന്ന് മറുപടി കൊടുക്കാതിരിക്കുക. ഒരാൾ പറഞ്ഞു നീ ഇന്ന കാര്യം ചെയ്യുമോ എന്ന് ചോദിച്ചു. ഞാൻ ചെയ്യാലോ എന്ന് പറഞ്ഞു. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയൂല. പെട്ടെന്ന് നമ്മൾ പറയും അത് ഞാൻ ചെയ്യാന്ന്. അങ്ങനെ പെട്ടെന്ന് ഒരാൾക്കും മറുപടി കൊടുക്കരുത്. എനിക്കത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, എന്നാലേ ഞാൻ ചെയ്യാമെന്ന് മറുപടി കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ പെട്ടെന്ന് ആലോചിക്കാതെ മറുപടി ഒരു വിഷയത്തിലും നമ്മൾ കൊടുക്കാൻ പാടില്ല എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് അറിവ് കരസ്ഥമാക്കുക എന്നുള്ളത്. ചില ആളുകൾ ഒരറിവുണ്ടാവൂല, എന്നിട്ട് ഓനെല്ലാരും ബഹുമാനിക്കണം. എന്ത് പറഞ്ഞാലും വിഡ്ഢിത്തരായിരിക്കും. ഓനിക്ക് വിഡ്ഢിത്തല്ലാതെ പറയാൻ കഴിയൂല. കാരണം എന്താ? ഒരറിവില്ല. ഖീമത്തുൽ മർഇ അൽ ഇൽമു. എല്ലാ വസ്തുക്കൾക്കും മൂല്യമുണ്ട് അല്ലെ? ക്യാഷിന് മൂല്യമുണ്ട്, വീടിന് മൂല്യമുണ്ട്, മരത്തിന് മൂല്യമുണ്ട്, ഡ്രസ്സിന് മൂല്യമുണ്ട്. പക്ഷെ മനുഷ്യന് മൂല്യമുണ്ട്. ഖീമത്തുൽ മർഇ അൽ ഇൽമു. മനുഷ്യന്റെ മൂല്യം കണക്കാക്കുന്നത് അറിവ് കൊണ്ടാണ്. നമ്മൾ അറിവില്ല ആളാ കുടുംബത്തിലും ബഹുമാനം ഉണ്ടാവും, നാട്ടിലും സമൂഹത്തിലും നമ്മൾക്ക് വില ഉണ്ടാവും. ഇതൊരു കുന്തും അറിയില്ല. നിസ്കാരത്തിനെ കുറിച്ചും അറിയില്ല, സക്കാത്തിനെ കുറിച്ചും അറിയില്ല, അതല്ലെങ്കിൽ പൊതുബോധം നമ്മൾക്ക് ഉണ്ടാവൂല, ഒന്നും നമ്മൾക്ക് ഉണ്ടാവൂല. പിന്നെ എങ്ങനെയാണ് നമ്മളെ ബഹുമാനിക്കുക? അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് ഉത്ലുബുൽ ഇൽമ വലൗ ബിസ്സീൻ. നിങ്ങൾ ചൈനയിൽ പോയിട്ടാണെങ്കിലും എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും നിങ്ങൾ ഇൽമു പഠിക്കണേ എന്ന് മുത്തുനബി പറയാനുള്ള കാരണം അറിവ് കരസ്ഥമാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അറിവുള്ളവർക്ക് സ്ഥാനവും ബഹുമാനവും ഉണ്ടാവൂ. അള്ളാഹു ഈ 12 കാര്യങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. ഇന്ന് പഠിച്ച കാര്യങ്ങൾ നിർബന്ധമായിട്ടും എല്ലാവർക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. പല ക്ലാസ്സിലും പറയാറുണ്ട്, പക്ഷെ പലരും അത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാറില്ല. എന്താണ് ഇതിന്റെ കാരണം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതൊക്കെ പഠിക്കേണ്ട വിഷയങ്ങളല്ലേ? ഫാമിലി ഗ്രൂപ്പ്, നമ്മളെ കുടുംബക്കാര്, നമ്മളെ സമൂഹം എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.